സംസ്ഥാനത്ത് നിപ ജാഗ്രത തുടരുമ്പോഴും ആന്റി വൈറൽ മരുന്നായ റെഡിംസിവർ ഇനിയും കോഴിക്കോട് എത്തിയിട്ടില്ല. ഡൽഹിയിൽ നിന്ന് മരുന്ന് ഇന്നെത്തുമെന്നും സംസ്ഥാനത്ത് രോഗവ്യാപനം ഉണ്ടായിട്ടില്ല എന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ഡെങ്കിപ്പനി ബാധിച്ച് പാലക്കാട് ഇന്നൊരാൾക്ക് ജീവൻ നഷ്ടമായി. തൃശൂരിലും 2 കുട്ടികൾക്ക് ഷിഗല്ല ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പകർച്ചവ്യാധികൾ ഇത്തരത്തിൽ രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുകയാണ് ആരോഗ്യ വകുപ്പ്. വിശദമായൊരു റിപ്പോർട്ടിലേക്കാണ് ആദ്യം. കോഴിക്കോട് നിപ്പ സ്ഥിരീകരിച്ച് 4 ദിവസമായിട്ടും ആന്റിവൈറൽ മരുന്നായ റെഡിംസിവർ ഇതുവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടില്ല. ഇന്നലെ വൈകിട്ട് ചെന്നൈയിൽ നിന്ന് മരുന്ന് എത്തിക്കുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും എത്തിയില്ല. ചെന്നൈയിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്ന മരുന്നിന്റെ കാലാവധി തീർന്നതാണ് തിരിച്ചടിയായത്. ഡൽഹിയിൽ നിന്ന് ഇന്ന് മരുന്നെത്തുമെന്നാണ് ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ വിശദീകരണം. മരുന്ന് മാത്രമാണ് ഈ പറയുന്ന ആന്റിവൈറൽ മെഡിസിൻ മാത്രമാണ് എത്താൻ ബാക്കിയുള്ളത്. അത് ചെന്നൈയിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്ന മരുന്ന് എക്സ്പയറി ഡേറ്റ് ആയതാണ്. അതുകൊണ്ട് ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് അത് ഡൽഹിയിൽ നിന്ന് എത്തിക്കുന്നതാണ്. രോഗബാധിതനായ കോഴിക്കോട് രാമനാട്ടുകര സ്വദേശി വെന്റിലേറ്ററിൽ തുടരുകയാണ്. ഇയാൾക്ക് ICMR മാനദണ്ഡങ്ങൾ പ്രകാരം മോണോക്ലോണൽ ആന്റിബോഡിയുടെ ആദ്യ ഡോസ് നൽകി. പുതിയതായി 10 പേരെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയതോടെ ആകെ നിരീക്ഷണത്തിലുള്ളവരുടെ എണ്ണം 87ആയി ഉയർന്നു. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി രാമനാട്ടുകരയിലെ 286 വീടുകളിൽ ആരോഗ്യ പ്രവർത്തകർ സർവേ പൂർത്തിയാക്കി. നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്താനായി കേന്ദ്ര സംഘം കോഴിക്കോടെത്തി. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി AP അനിൽകുമാറുമായി അവലോകന യോഗം ചേർന്നു. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആ പ്രദേശം ഏറ്റവും അടുത്ത കോണ്ടാക്റ്റുള്ള 3 പേര് നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ 3 പേരും നെഗറ്റീവാണ്. പിന്നെ ഇദ്ദേഹം കൂടുതൽ ആളുകളുമായിട്ട് വളരെ കൂടുതൽ ബന്ധപ്പെട്ട സാഹചര്യമില്ല. ചുറ്റുവട്ടത്തും അങ്ങനെ കൂടുതലായിട്ടുള്ള ഒരു ഏതെങ്കിലും തരത്തിലുള്ള ലക്ഷണമില്ല. അപ്പം അതുകൊണ്ട് കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു തീവ്രതക്കുറവ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന സാഹചര്യം. ഷിഗല്ല കേസുകൾ വർദ്ധിക്കുന്നതിലും ആശങ്ക കൂടുകയാണ്. തൃശൂർ വടക്കാഞ്ചേരി മംഗലത്ത് 4ഉം 7ഉം വയസ്സുള്ള കുട്ടികൾക്ക് രോഗം സ്ഥിരീകരിച്ചു. ഇവർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംസ്ഥാനത്ത് ഓരോ ദിവസവും പനി ബാധിതരുടെ എണ്ണം ക്രമാതീതമായി കൂടുന്നുണ്ട്. ഇന്നലെ മാത്രം 12,441 പേർ വിവിധ ആശുപത്രികളിലായി ചികിത്സ തേടി. മലപ്പുറം ജില്ലയിലാണ് കൂടുതൽ പനി ബാധിതർ. പാലക്കാട് ഡെങ്കിപ്പനി ബാധിച്ച സ്ത്രീ മരിച്ചു. കരിമ്പുഴ സ്വദേശി മറിയയാണ് വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. പകർച്ചവ്യാധി ആശങ്ക തുടരുന്നതിനിടെ തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുകയാണ് ആരോഗ്യവകുപ്പ്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.